മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ ബി മിഥുൻ ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ പീഡനങ്ങൾ ചൂണ്ടിക്കാട്ടി കുടുംബം രംഗത്തെത്തുകയാണ്. ജോലി രാജിവെച്ച മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാത്ത തരത്തിലായിരുന്നു കമ്പനിയിൽ മേലുദ്യോഗസ്ഥർ നൽകിയിരുന്ന മാനസിക പീഡനമെന്നാണ് ആരോപണം. ജോലി രാജിവെക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ മറ്റൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് സെയിൽസ് മാനേജർ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിക്കുന്നു. ഒരു സ്വകാര്യ ആയുർവേദ മരുന്ന് കമ്പനിയിലായിരുന്നു മിഥുൻ ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മിഥുൻ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചത്. പോലീസ് ട്രെയിനിംഗ് കോളേജിലെ സബ് ഇൻസ്പെക്ടർ ബിജുവിന്റെ മകനാണ് മരിച്ച ബി മിഥുൻ. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് പൂജപ്പുര തമലം സ്വദേശിയായ മിഥുൻ ജീവനൊടുക്കിയ വാർത്ത പുറത്തുവന്നത്. രാവിലെ ഏറെ വൈകിയിട്ടും മിഥുനെ പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് അനുജൻ മുറിയിലേക്ക് കയറിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. സെയിൽസ് മാനേജറുടെ ഭീഷണി വന്നതിന് പിന്നാലെയാണ് മിഥുൻ ജീവനൊടുക്കിയതെന്ന് മുത്തച്ഛൻ ജഗതി രാജൻ ആരോപിച്ചു. മിഥുൻ തനിക്ക് നേരെയുണ്ടായ ഭീഷണിയെക്കുറിച്ച് ആത്മഹത്യക്കുറിപ്പിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മിഥുൻ ആത്മഹത്യ ചെയ്തതിന് തലേന്നാൾ തമ്പാനൂരിലെ ഒരു ഹോട്ടലിലേക്ക് മേലുദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ഭീഷണി ഉണ്ടായത്. ആയുർവേദ മരുന്ന് കമ്പനിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് കുടുംബം നീക്കം നടത്തിയത്. അസുഖം ബാധിച്ചാൽ പോലും അവധി ലഭിച്ചിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. രാവിലെ മുതൽ രാത്രി 1 മണി വരെ നീളുന്നതാണ് ജോലിഭാരം. മിഥുനെ കമ്പനി മാനേജർ പരസ്യമായി അപമാനിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ അമിതമായ തൊഴിൽ സമ്മർദ്ദം കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറാകണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ നിയമപരമായി സ്ഥിരം പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ അടക്കമുള്ള വിൽപ്പന ജോലികൾ തന്നെ ചെയ്യുന്നവർക്ക് മേഖലയിൽ കടുത്ത സമ്മർദ്ദമാണുള്ളതെന്നും കൂടി മനസ്സിലാക്കണം. അങ്ങനെ ഏൽക്കേണ്ടി വരുന്നത് വളരെയധികം കഷ്ടമാണെന്ന് കൂടി പറയുന്നു. അത് വ്യാപകമായ ഒരു പരാതിയിലുമുണ്ട്. ഇതിൽ പ്രസ്താവന മാത്രം മതിയാകില്ലെന്നും മേഖലയിൽ തന്നെ കൃത്യമായ ആനുകൂല്യം ആയിട്ടുള്ള നൽകണമെന്നും പറയുന്നു. ജോലി രാജിവെച്ച് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാത്ത തരത്തിൽ കമ്പനിയിലെ മേലുദ്യോഗസ്ഥർ നൽകിയിരുന്ന മാനസിക പീഡനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ മിഥുന ജീവനൊടുക്കാൻ സംഭവമായി മാറിയത്. കമ്പനിയിലെ പീഡനങ്ങൾ വീട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോലി മാറാൻ എല്ലാവരും പറഞ്ഞപ്പോഴും അത് മിഥുന് സാധ്യമായിരുന്നില്ല എന്ന് ഉറപ്പാണ്. ജോലി രാജിവെക്കുകയാണെങ്കിൽ എന്ന് അറിയിച്ചപ്പോൾ മറ്റൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും സെയിൽസ് മാനേജർ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്.